നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് തന്റെ സർക്കാരിന്റെ മുൻഗണനയെന്ന് ഉറപ്പു നൽകി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. കഴിഞ്ഞ ദിവസം ഗോരഖ്നാഥ് ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ച ജാഥ ദർശനത്തിൽ ആദിത്യനാഥ് 300ഓളം പേരെ കാണുകയും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ സഹിതം അവരുടെ അപേക്ഷകൾ ഉദ്യോഗസ്ഥർക്ക് കൈമാറുകയും ചെയ്യുന്നുവെന്ന് ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. എല്ലാ കേസുകളിലും ഫലപ്രദമായ നടപടി ഉറപ്പാക്കുമെന്നും ആദിത്യനാഥ് പറഞ്ഞു. സ്ഥിരം വീട്ടിലില്ലാത്തവർക്ക് പ്രധാനമന്ത്രി മുഖ്യമന്ത്രി ആവാസ് യോജന പ്രകാരം വീട് ലഭിക്കും. ചികിത്സ ആവശ്യമുള്ളവർക്ക് സമ്പൂർണ്ണ ചികിത്സാ സൗകര്യം ഒരുക്കും. പണത്തിന്റെ അഭാവം ചികിത്സയ്ക്ക് തടസ്സമാകാൻ അനുവദിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ ദുരിതബാധിതരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുമെന്നും സവാൻ മാസത്തിലെ ആദ്യ ദിവസം യോഗി ആദിത്യനാഥ് ആചാരങ്ങളോടെ മഹാദേവനെ ആരാധിക്കുകയും ജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുമെന്നും UP സർക്കാർ പ്രസ്താവനയിൽ പറഞ്ഞു. എല്ലാ ആവശ്യക്കാർക്കും ആയുഷ്മാൻ കാർഡുകൾ ലഭ്യമാക്കുമെന്നും അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പോലീസും റവന്യൂവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വേഗത്തിൽ പരിഹരിക്കാൻ മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശവും നൽകി കഴിഞ്ഞു. മാത്രമല്ല, ജനങ്ങൾക്ക് വീണ്ടും ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കുന്ന തരത്തിലാകണം നടപടി എടുക്കേണ്ടിയിരിക്കേണ്ടത്. പല ജില്ലകളിലും പരാതിക്കാർ ജനതാ ദർശനിലെത്തിയിരുന്നു. അനധികൃതമായി ഭൂമി കൈവശം വെച്ചിരിക്കുന്നവരെ തക്കതായ പാഠം പഠിപ്പിക്കാൻ UP മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. കൂടാതെ പാവപ്പെട്ടവർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുകയും ചെയ്യണം. ഉദ്യോഗസ്ഥർ ഇപ്പോഴും ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകുകയും പ്രശ്നങ്ങൾക്ക് വേഗത്തിലുള്ള പരിഹാരം ഉറപ്പാക്കുകയും വേണം. ജനതാ ദർശനത്തിനായി ചില സ്ത്രീകൾ കുട്ടികളുമായി എത്തിയിരുന്നു. മുഖ്യമന്ത്രി ഈ കുട്ടികളെ പഠിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയും അവർക്ക് അനുഗ്രഹം നൽകുകയും ചെയ്തു. ഗോരഖ്നാഥ് ക്ഷേത്രത്തിൽ താമസിച്ചിരുന്ന സമയത്ത് ആദിത്യനാഥ് ഗുരു ഗോരഖ്നാഥിനെ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ ക്ഷേത്ര പരിസരത്ത് ചുറ്റിക്കറങ്ങുമ്പോൾ അദ്ദേഹം ഗോശാലയിൽ പോയി ഗോ സേവ ചെയ്യുകയും ചെയ്തിരുന്നു.